സർക്കാർ ഏറ്റെടുക്കാൻ ഓർഡിനൻസ് ഇറക്കിയ കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയുടെ ഭൂമിയിൽ സ്വകാര്യ ബിൽഡിംഗ് നിർമ്മാണത്തിനായി നീക്കം നടക്കുന്നു. കോംട്രസ്റ്റ് ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന 45 സെന്റ് സ്ഥലത്താണ് പുതിയ ബിൽഡിംഗ് വരുന്നതുമായി ബന്ധപ്പെട്ട പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് നിർമ്മാണത്തിന് ആര് അനുമതി നൽകിയെന്ന കാര്യത്തിൽ കോർപ്പറേഷൻ പോലും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. 17 വർഷമായി കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിക്ക് പൂട്ടുവീണിട്ട് ഈ ഫാക്ടറി ഏറ്റെടുക്കൽ നടപടി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇതിനിടെയാണ് ഈ ഒരു ഭൂമിയിൽ പുതിയൊരു നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇത് ആര് നൽകിയെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. 2009 മുമ്പ് കമ്പനിയിൽ നിന്നും ഭൂമി വാങ്ങിയെന്ന് അവകാശപ്പെടുന്ന സ്വകാര്യ വ്യക്തികളാണ് നിലവിൽ ഫാക്ടറിയുടെ തന്നെ 45 സെന്റ് സ്ഥലത്ത് പുതിയ ബിൽഡിംഗ് നിർമ്മാണത്തിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നത്. സ്ഥലത്ത് ബിൽഡിംഗ് വരുന്നുവെന്നും സ്ഥാപനങ്ങൾക്കും മറ്റും സ്പേസിനായി ബന്ധപ്പെടാമെന്നും ഇവിടെ സ്ഥാപിച്ച പരസ്യ ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ നിർമ്മാണ കരാറുകാരെ നിശ്ചയിക്കാനുള്ള ചർച്ച നടക്കുന്നുവെന്ന മറുപടിയാണ് ലഭിച്ചത്. അല്ല, അതിലിപ്പോ ഒരു ഷെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്ലാന് കോൺട്രാക്ടറായിട്ട് ഒരു ഫൈനൽ ഡിസ്കഷനിലാണ്. കോൺട്രാക്ടർ ഫൈനലൈസ് ആയിട്ടില്ല. അപ്പൊ പുറത്തുനിന്നുള്ള ഒരാൾ കോൺട്രാക്ട് എടുക്കുന്നുണ്ട്, പിന്നെ നാട്ടിലുള്ള ഒരാൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ ആയിട്ടില്ല, കാരണം ഇതൊരു ചെറിയൊരു കൺസെപ്റ്റിലാണ്. പിന്നെ ഈ കോൺട്രാക്ടർ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വിദേശ മിഷനറിമാർ 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി 2009 അടച്ചുപൂട്ടിയതു മുതൽ തുടങ്ങിയതാണ് കമ്പനി ഭൂമി കൈക്കലാക്കാനുള്ള നീക്കങ്ങളും ഇതിനെതിരായ സമരങ്ങളും. തർക്കങ്ങൾക്കൊടുവിൽ 4 ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ ഇറക്കിയെങ്കിലും ഇതുവരെ ഭൂമി ഏറ്റെടുക്കൽ നടപടി എങ്ങും എത്തിയിട്ടില്ല. ഗവൺമെന്റ് ഏറ്റെടുത്ത സ്ഥലത്ത് കോർപ്പറേഷൻ എങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുക? ആ ലൈസൻസ് കൊടുത്തിട്ട് അത് റദ്ദാക്കാനുള്ള നിയമം അവർ നടപ്പിലാക്കണ്ടേ? അവരുടെ ഉത്തരവാദിത്തമല്ലേ ഗവൺമെൻറ് ഏറ്റെടുത്ത സ്ഥലം? അതറിയാത്തതുകൊണ്ടല്ലോ. അപ്പം ബോധപൂർവം ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ആ നീക്കത്തെ ഞങ്ങൾ ശക്തമായിട്ട് ചെറുക്കും. അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ വരുന്ന പ്രശ്നമില്ല. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ ബിൽഡിംഗ് നിർമ്മാണത്തിന് ഇവർക്ക് അനുമതി ലഭിച്ചത് എങ്ങനെയെന്ന് വ്യക്തതയില്ല. ബോർഡ് സ്ഥാപിച്ച കാര്യം പോലും കോർപ്പറേഷനും അറിഞ്ഞിട്ടില്ല. നേരത്തെ കോംട്രസ്റ്റ് ഭൂമിയുടെ ഒരു വശത്ത് പ്രമുഖ വ്യവസായി കൈവശം വെക്കുന്ന 26 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് കോർപ്പറേഷൻ അനുമതി നൽകിയത് വിവാദമായിരുന്നു. ഇതിന് തൊട്ടടുത്ത് മേളകളും മറ്റും നടക്കുന്ന സ്ഥലത്താണ് നിലവിൽ ബിൽഡിംഗ് വരുന്നതുമായി ബന്ധപ്പെട്ട ബോർഡും സ്ഥാപിച്ചിരിക്കുന്നത്. കോംട്രസ്റ്റ് ഏറ്റെടുക്കലിനായി സമരസമിതി നടത്തുന്ന സമരം 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പുതിയ സർക്കാർ വന്നിട്ടും കോംട്രസ്റ്റ് സംരക്ഷിക്കാൻ നാളിതുവരെ നടപടിയുമുണ്ടായിട്ടില്ല. ഒരു വശത്ത് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നിരന്തരം സമരം നടത്തുമ്പോൾ മറുവശത്ത് ഇതിന്റെ ഭൂമി ഒന്നടങ്കം വിറ്റൊഴിക്കുകയാണ്. ഈ സ്ഥലത്താണ് അനധികൃതമായി നിർമ്മാണത്തിനും അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ ഈ ഭൂമി സ്വകാര്യ മാഫിയകൾ സ്വന്തമാക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.